ബലാത്സംഗ കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കാൻ നിയമനിർമ്മാണവുമായി ബംഗാൾ സർക്കാർ. ബിൽ പാസാക്കാൻ ഇന്നും നാളെയും പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരും. യുവ ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് മമതാ സർക്കാരിന്റെ നീക്കം. ഡോക്ടർക്ക് നീതി ആവശ്യപ്പെട്ട് കമ്മീഷണർ ഓഫീസിലേക്ക് ജൂനിയർ ഡോക്ടർമാർ മാർച്ച് നടത്തും. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ഈ ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കാനുള്ള നിയമനിർമ്മാണത്തിന്റെ നീക്കം, ഈ നീക്കത്തിനെതിരെ കേന്ദ്രം തന്നെ രംഗത്ത് വന്നിരുന്നു. എന്തായാലും പ്രതിഷേധങ്ങൾ ശക്തമാണ് മമതാ സർക്കാരിനെതിരെ. ഈ ഡോക്ടറുടെ ബലാത്സംഗ കൊലയ്ക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സർക്കാരിനെതിരെയുണ്ട്. അപ്പോൾ അതെല്ലാം മറയ്ക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. എന്തായാലും എങ്ങനെയാണ് മമതാ സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം, ഒപ്പം പ്രതിഷേധങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? രുചി കൊൽക്കത്ത ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലയെ തുടർന്ന് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട്. ഈ പ്രതിഷേധങ്ങളെ തണുപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് ബംഗാൾ സർക്കാർ എത്തിയത്. അപ്പോൾ നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു ബലാത്സംഗ കുറ്റത്തിനും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കും വധശിക്ഷ ഉറപ്പാക്കും എന്നുള്ള മമതാ ബാനർജിയുടെ വാഗ്ദാനം, പ്രഖ്യാപനം. ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ നിയമ നടപടി വേഗത്തിലാക്കാനുള്ള വ്യവസ്ഥയടങ്ങുന്ന ബില്ലാണ് ഇപ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ കൊണ്ടുവരുന്നത്. ബംഗാളിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു. ഇന്ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കും. ഇന്നും നാളെയുമാണ് സഭ സമ്മേളിക്കുക. സഭാ സമ്മേളനത്തിൽ ഈ ബില്ല് പാസാക്കിയാൽ ബില്ല് കൊണ്ടുവന്നാൽ ബിജെപിയും പ്രതിപക്ഷമായ ബിജെപി കൂടി പിന്തുണയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ തന്നെ ഈ സഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി പ്രതിഷേധിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ ബില്ല് പാസാക്കി കഴിഞ്ഞാൽ ഗവർണർ അംഗീകരിക്കണം. ഗവർണർ അംഗീകാരം നൽകിയില്ലെങ്കിൽ രാജ്ഭവന് പുറത്ത് പ്രതിഷേധിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി മമതാ ബാനർജി നൽകുന്നുണ്ട്. ഏതായാലും ഇന്ന് ബില്ല് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം പുരോഗമിക്കുകയാണെന്ന് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കും. ഒപ്പം ഇരയ്ക്ക് നീതി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ബിജെപിയും തൃണമൂൽ കോൺഗ്രസും തുടരുകയാണ്. ശ്രുതി, ഇന്നിപ്പോൾ പ്രതിഷേധവും എന്തായാലും കടുപ്പിക്കാൻ തന്നെയാണ് ഈ ജൂനിയർ ഡോക്ടർമാരുടെ നീക്കം, അല്ലേ അതിൽ പാലോടൊപ്പം? ഈ പ്രതിഷേധങ്ങൾ അത് ഏത് രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? അത് എത്രത്തോളം ശക്തമാക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട്? പ്രതിഷേധം ശക്തമാക്കുകയാണ്. അത് രാഷ്ട്രീയപരമായും പ്രതിഷേധം തുടരുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി ജൂനിയർ ഡോക്ടർമാർ, ആർജിക്കാർ മെഡിക്കൽ കോളേജിന് മുന്നിൽ ജൂനിയർ ഡോക്ടർമാരുടെ സമരം, പണിമുടക്ക് സമരം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും അവർ ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. കൃത്യമായി ആരൊക്കെയാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലുള്ളത്, ഒരാൾ മാത്രമല്ല ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഡോക്ടർമാർ മുന്നിൽ വെക്കുന്നു. ഈ ആരോപണങ്ങൾക്ക് ഉത്തരം കിട്ടും വരെ, സുരക്ഷ ഉറപ്പാക്കും വരെ, കൂടുതൽ പ്രതികളെ പിടികൂടും വരെ സമരം തുടരുമെന്നാണ് ജൂനിയർ ഡോക്ടർമാർ, കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ജൂനിയർ ഡോക്ടർമാർ അറിയിക്കുന്നത്. ഇന്ന് കൊൽക്കത്ത പോലീസ് കമ്മീഷൻ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കൊല്ലപ്പെട്ടതിന് പിന്നാലെ മൃതദേഹം മാറ്റുന്നതിലുൾപ്പെടെ ചില കാലതാമസങ്ങൾ ഉണ്ടായെന്നും തെളിവ് നശിപ്പിക്കാൻ ശ്രമങ്ങൾ ഉണ്ടായെന്നും ആരോപണമുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്നത്തെ മാർച്ച് നടക്കുക. കഴിഞ്ഞ ദിവസം തെരുവിൽ ചികിത്സ നൽകുന്ന പ്രതിഷേധ പരിപാടിക്കും ഡോക്ടർമാർ തുടക്കമിട്ടിരുന്നു. ഇതിനൊപ്പമാണ് ഇരയ്ക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ബിജെപി മമത രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരവും ചെയ്തു വരികയാണ്. ശ്രുതി, അതിലൊപ്പം തന്നെ ഇപ്പോൾ അന്വേഷണം, ഈ യുവ ഡോക്ടറുടെ കൊലപാതകത്തിലെ അന്വേഷണം ഏത് രീതിയിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? അന്വേഷണം CBI അന്വേഷണം നടത്തുമ്പോഴും കൃത്യമായൊരു ഉത്തരത്തിലേക്ക് എത്താൻ CBIക്ക് ഒരു മാസത്തോടടുക്കുമ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം 9-നാണ് ഈ കൃത്യം നടക്കുന്നത്. ഇപ്പോൾ അടുത്ത മാസം സെപ്റ്റംബർ കഴിഞ്ഞിരിക്കുന്നു. സെപ്റ്റംബർ 2-ാം തീയതിയാണ്. ഒരു മാസത്തോടടുക്കുമ്പോഴും CBIക്ക് കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. സിവിക് പോലീസ് വാളണ്ടിയർ കസ്റ്റഡിയിലുള്ള സഞ്ജയ് റോയ് എന്ന ചെറുപ്പക്കാരൻ മാത്രമാണോ ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടത് എന്ന ചോദ്യത്തിന് CBIക്ക് ഇപ്പോഴും ഉത്തരം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേസന്വേഷണം ഇരുട്ടിൽ തപ്പുകയാണെന്ന ആരോപണം ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ആവർത്തിച്ച് ഉന്നയിക്കുന്നുണ്ട്. കൊൽക്കത്ത പോലീസ് അന്വേഷിച്ചെത്തിയതിൽ കൂടുതലൊന്നും CBIക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആരോപണം. മാതാപിതാക്കളും സഹപാഠികളും ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അന്വേഷണം വഴിമുട്ടുന്നതിൽ കൃത്യമായ പ്രതിഷേധവും മാതാപിതാക്കൾക്കും സഹപാഠികൾക്കുമുണ്ട്. ശ്രുതി, ബലാത്സംഗ കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കാനുള്ള നിയമനിർമ്മാണവുമായി ബംഗാൾ സർക്കാർ മുന്നോട്ടാണ്. ബിൽ പാസാക്കാൻ ഇന്നും നാളെയും പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്നുണ്ട്. ഒപ്പം യുവ ഡോക്ടറുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഈ മമതാ സർക്കാരിന്റെ ഈ നീക്കം വന്നിരിക്കുന്നത്. ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. ഡോക്ടർക്ക് നീതി ആവശ്യപ്പെട്ട് കമ്മീഷണർ ഓഫീസിലേക്ക് ജൂനിയർ ഡോക്ടർമാരുടെ മാർച്ചും ഇന്ന് നടക്കും. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.